സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവജനമേ, വചനം കേൾക്കുവാനും അതിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ധ്യാനിക്കാനുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുവാനും നമ്മെ ഇപ്പോഴും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തകരുണയ്ക്കും ദയയ്ക്കും നന്ദി അറിയിക്കാനുമുള്ള അവസരമാണ്. അവിടുന്ന് നമ്മെ അവിടുത്തെ ദിവ്യ ഉദ്ദേശം പിന്തുടരാനുള്ള ഈ അവസരത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാം. നമ്മുടെ പിഴവുകളും പാപങ്ങളും തുറന്ന് സമ്മതിച്ച് അവിടുത്തെ ക്ഷമയും കൃപയും തേടാം. ദൈവവചനം മനസ്സിലാക്കുവാനും അതിലെ സത്യങ്ങൾക്കായി നമ്മുടെ ഹൃദയവും മനസ്സും തുറക്കുവാനും സ്വർഗീയ ജ്ഞാനം നൽകണമേ എന്നും അപേക്ഷിക്കാം. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം. സഹോദരങ്ങളെ, അവിടുന്ന് ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധിയോടെ പൂർണ്ണതയോടെ നിറവേറ്റുവാൻ കരുണ തേടാം. ലോകമെമ്പാടുമുള്ള അനേകം ആവശ്യങ്ങൾക്കായി കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും സംരക്ഷണവും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. കർത്താവെ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു. ഞങ്ങളിൽ വന്ന് നിറയണമേ. 92-ാം സങ്കീർത്തനം. നീതിമാൻ സന്തോഷിക്കുന്നു. അത്യുന്നതനായ കർത്താവെ, അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം. ദശതന്ത്രി നാദത്തോടുകൂടെയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു. അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം. അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം. ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ്, ഭോഷന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നു, തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു, എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും. കർത്താവെ, അങ്ങ് എന്നേക്കും ഉന്നതനാണ്. കർത്താവെ, അങ്ങയുടെ ശത്രുക്കൾ നശിക്കും, ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലമൊഴിച്ചു. എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണു കണ്ടു. എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ ദുരന്തം എൻ്റെ ചെവിയിൽ കേട്ടു. നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അഭയശില. അനീതി അവിടുത്തെ തീണ്ടിയിട്ടില്ല. പ്രിയ ദൈവജനമേ, ഈ മനോഹരമായ ദിവസത്തിൽ സങ്കീർത്തനം 92 നിന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടുന്നതായ ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സങ്കീർത്തന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് സ്തുതിയും മഹത്വവും അർപ്പിക്കേണ്ടത് എത്രമാത്രം നല്ല കാര്യം എന്നതിനെയാണ്. എത്രമാത്രം മഹത്തരം ആണ് ആ ദൗത്യം എന്നെ സൂചിപ്പിക്കുന്നു. പ്രഭാതത്തിൽ അവിടുത്തെ സ്നേഹത്തെക്കുറിച്ചും രാത്രിയിൽ അവിടുത്തെ വിശ്വസ്തതയെക്കുറിച്ചും കീർത്തനങ്ങൾ ആലപിക്കുന്നത് എത്രയോ ഉത്തമം. വീണയും കിന്നരവുമെല്ലാം നമ്മുടെ സ്തുതിഗീതങ്ങൾക്ക് താളമിടട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മെ സന്തോഷിപ്പിക്കുന്നു. അവിടുത്തെ കരവേലകളിൽ നാം ആനന്ദിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾ എത്രയോ വലുതാണ്. അവിടുത്തെ ചിന്തകൾ എത്ര ആഴമേറിയതാണ്. എന്നാൽ ബുദ്ധിഹീനനായ മനുഷ്യൻ ഇതറിയുന്നില്ല, വിഡ്ഢി ഇത് ഗ്രഹിക്കുന്നുമില്ല. ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുമ്പോഴും അധർമ്മം പ്രവർത്തിക്കുന്നവർ തഴച്ചു വളരുമ്പോഴും അത് അവരുടെ നിത്യനാശത്തിനാണ് എന്ന് അവർ തിരിച്ചറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എന്നാൽ കർത്താവായ യേശു അവിടുന്ന് എന്നേക്കും ഉന്നതനാണ്. കർത്താവെ, തീർച്ചയായും അവിടുത്തെ ശത്രുക്കൾ നശിക്കും, അധർമ്മം പ്രവർത്തിക്കുന്നവരെല്ലാം ചിതറിക്കപ്പെടും. എന്നാൽ അങ്ങ് എൻ്റെ കൊമ്പിനെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി. ഞാൻ പുതിയ എണ്ണയാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. എൻ്റെ കണ്ണുകൾ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും. എന്നെ എതിർക്കുന്ന ദുഷ്ടന്മാരുടെ നാശം എൻ്റെ കാതുകൾ കേൾക്കും. നീതിമാന്മാർ ഈന്തപ്പന പോലെ തഴച്ചു വളരും, ലെബനോനിലെ ദേവദാരു പോലെ ഉയരും. കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടുവളർത്തപ്പെട്ടവർ നമ്മുടെ ദൈവത്തിൻ്റെ മണ്ഡപങ്ങളിൽ തഴച്ചു വളരും. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും പച്ചപ്പും ഓജസ്സുമുള്ളവരായിരിക്കും. കർത്താവ് നീതിമാനാണെന്നും അവിടുന്ന് എൻ്റെ പാറയാണെന്നും അവിടുത്തെ യാതൊരു അനീതിയും അവിടുത്തെ പക്കൽ ഇല്ലെന്നും അവർ പ്രഖ്യാപിക്കും. സഹോദരങ്ങളെ, ഇന്നത്തെ വെല്ലുവിളികളുമായി നാം നമ്മുടെ ജീവിതം താരതമ്യം ചെയ്യുമ്പോൾ ഈ സങ്കീർത്തനം നമുക്ക് വലിയ പ്രത്യാശയാണ് നൽകുക. ലോകത്തിൻ്റെ തിരക്കുകളിൽ ദൈവത്തെ മറന്നു പോകുന്ന പലരെയും നാം കാണുന്നു.
നമ്മെ തന്നെ പരിശോധിക്കാം. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തകരുന്നവരും നിരാശപ്പെടുന്നവരുമായ അനേകരുണ്ട്. എന്നാൽ സങ്കീർത്തനം 92 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നവർക്ക് കാലാന്തരത്തിൽ ശക്തിയും സമാധാനവും ലഭിക്കുമെന്നും അവർക്ക് ഭാവിയെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നും. സഹോദരങ്ങളെ, ഈ സങ്കീർത്തന ഭാഗത്തിലെ ആശയങ്ങൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ പൂർണ്ണത കണ്ടെത്തുന്നു. യോഹന്നാൻ 15:5 ഈശോ പറയുന്നു, ഞാനാണ് മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകളും. എന്നിൽ വസിക്കുന്നവനും ഞാൻ അവനിൽ വസിക്കുന്നവനുമായ ഒരുവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കും. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. സങ്കീർത്തനം 92 നീതിമാന്മാരെ ഈന്തപ്പനയോടും ലെബനോനിലെ ദേവദാരുവിനോടും ഉപമിച്ചിരിക്കുന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥം നമ്മൾ ഈശോയിൽ കാണുന്നു. അവിടുത്തെ ഭവനത്തിൽ നട്ടു വളർത്തപ്പെട്ടവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ തഴച്ചു വളരുവാനും ഫലം പുറപ്പെടുവിക്കുവാനും കഴിയൂ. സഹോദരങ്ങളെ, കർത്താവായ ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിലൂടെ നമ്മളെ ദൈവവുമായി അനുരഞ്ജിപ്പിച്ചു. അങ്ങനെ നമുക്ക് ദൈവഭവനത്തിൽ ഒരു സ്ഥാനം നേടുവാൻ കഴിഞ്ഞു. റോമാക്കാർക്കെഴുതിയ ലേഖനം 5-8 പറയുന്നു, എന്നാൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ദൈവം നമ്മോടുള്ള തൻ്റെ സ്നേഹം തെളിയിക്കുന്നുവെന്ന്. സഹോദരങ്ങളെ, ഇന്നത്തെ വെല്ലുവിളികളിൽ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ ഈശോയിൽ ആശ്രയിച്ച് ജീവിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ നമുക്ക് ധൈര്യം ലഭിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ 14:12 അവിടുന്ന് പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും, അതിലും വലിയ പ്രവൃത്തികൾ അവൻ ചെയ്യും. ഈശോയുടെ അനുയായികൾ എന്ന നിലയിൽ നമുക്ക് ഈ ലോകത്തിൽ മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കർത്താവ് നേരിട്ട് നൽകിയ ഗ്യാരണ്ടിയാണ്. ദൈവജനമേ, നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം കാത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാല നിമിഷങ്ങളിൽ ഈ സങ്കീർത്തനത്തിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രഭാതത്തിലും സന്ധ്യയിലും ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. അവിടുത്തെ വലിയ പ്രവൃത്തികളിൽ നമുക്ക് ആനന്ദിക്കാം. ദൈവമെന്ന് ഭക്ഷിക്കാൻ തന്നില്ലേ? ദൈവമെന്ന് ശ്വാസം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവനിൽ, നമ്മുടെ ശരീരത്തിൽ നിലനിർത്തിയില്ലേ? ഭക്ഷിക്കാൻ തന്നില്ലേ? ദൈവം നമ്മളെ ഇന്നും വീണ്ടും മനോഹരമായ ഒരു ദിവസം നൽകി അനുഗ്രഹിച്ചില്ലേ? നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ പോലും അവിടുത്തെ നീതിയും വിശ്വസ്തതയും ഓരോ അവസരത്തിലും പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. 1 തെസ്സലോനിക്ക 5:18 പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുക. ഇതാണ് ക്രിസ്തു യേശുവിൽ നമ്മോടുള്ള, നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുക. കഷ്ടമോ ശിഷ്ടമോ ഏതവസ്ഥ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയാം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് നമ്മുടെ ജീവിതം റിഫ്ലക്റ്റ് ചെയ്ത് ആന്തരികവൽക്കരിച്ച് കർത്താവിലേക്ക് മടങ്ങിയെത്താൻ നാം ഓരോരുത്തരും തയ്യാറാവണം. ആ ദിവസം, ഈ ദിവസമാകട്ടെ, ഈ നിമിഷമാവട്ടെ, തീരുമാനിക്കാം, തിരിച്ചറിയാം, മടങ്ങി വരാം നമ്മുടെ അപ്പൻ്റെ അടുക്കിലേക്ക്. അവിടുത്തെ കരുണയും ക്ഷമയും നമ്മെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കും. തീർച്ച ഇന്നത്തെ വെല്ലുവിളികൾക്ക് മറുപടിയായി നന്ദിയും സ്തുതിയും നിറഞ്ഞ ഒരു ഹൃദയം എല്ലാ ഭയങ്ങളെയും ആശങ്കകളെയും അകറ്റി നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കും. നന്ദിയുള്ള ഒരു ഹൃദയം നമുക്ക് ചുറ്റുമുള്ളവരിലേക്കും ദൈവത്തിൻ്റെ സ്നേഹവും പ്രത്യാശയും എത്തിക്കാൻ നാം തയ്യാറാവണം. കാരണം കർത്താവ് സ്നേഹമാണ്. ആ കർത്താവിൻ്റെ സാക്ഷികളായി നാം ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞു തുളുമ്പി മറ്റുള്ളവർക്ക് ആ സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് നിറഞ്ഞു തുളുമ്പുന്ന ഓരോ സ്നേഹത്തിൻ്റെ പാത്രങ്ങളായി നാം ഓരോരുത്തരും മാറണം. ഈശോയുടെ രണ്ടാമത്തെ വരവിനായി നാം കാത്തിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്തിൻ്റെ വിളക്ക് എപ്പോഴും ജ്വലിച്ച് നിൽക്കട്ടെ. കർത്താവായ വിളക്ക്, ഞാനാണ് പ്രകാശം എന്ന് യോഹന്നാൻ 8:12 പറഞ്ഞ കർത്താവിൻ്റെ ആ പ്രകാശം ഏറ്റുവാങ്ങിയ തിരുനാളങ്ങളാണ് നാം ഓരോരുത്തരും. കർത്താവ് എപ്പോൾ വേണമെങ്കിലും വന്നേക്കാം. അതിനാൽ നാം എപ്പോഴും തയ്യാറായിരിക്കണം. പാപത്തിൽ നിന്ന് വിട്ടുമാറി നീതിയിൽ ജീവിച്ച് അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് നിലനിൽക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ നൽകിയ ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ, ദിവ്യദാനങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ. ദൈവവചനത്തിന് അനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രസാദകരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ. പിതാവെ, ഞങ്ങൾക്ക് ലഭിച്ച ഈ ജീവനും അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവെ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിച്ച് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം അരുളണമേ. കർത്താവെ, അങ്ങയുടെ മഹിമയുള്ള രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ പരിശുദ്ധ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ.
ഞങ്ങളെയും ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും ജീവസാക്ഷികളായി സത്യസാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പിതാവെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ യാചനകൾ കേട്ടറിയണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ സ്നേഹമറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചന ധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.